ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് പാരീസിലാണ്. ഇത് ഞങ്ങളുടെ കിച്ചു, അഭിജിത്ത്, അശ്വൻ. ഓക്കെ, സോ ഞങ്ങളിപ്പം പാരീസിലൊരു ചർച്ചിന്റെ മുകളിലോട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത വ്യൂസ് ഒക്കെ കാണാം. സേക്രഡ് ക്യൂർ ബസിലിക്ക അഥവാ സേക്രഡ് ഹാർട്ട് ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന ഒരു ചർച്ചിൻ്റെ മുകളിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് ഇവിടെ ഒരു ഫെനിക്കുലർ സംവിധാനമുണ്ട്. പാരീസിലെ ഐഫിൽ ടവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരീസ് സിറ്റിയുടെ ഒരു മുഴുവൻ ചിത്രം കാണാൻ കഴിയുന്ന ഒരു സെക്കൻഡ് ഹയസ്റ്റ് വ്യൂ പോയിൻ്റാണ് ഈ ഒരു ബസിലിക്ക. സോ ഞാൻ പാരീസിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം. കാണുന്നതാണ് ആ ഒരു നമ്മളിവിടെ വന്ന സമയത്ത് നല്ല ഗംഭീരമായിട്ടുള്ള മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റി കാണാൻ കഴിയാത്തത്ര രീതിയിൽ ഇവിടെ ഫുൾ ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ലോക്സ് ഉണ്ട് കേട്ടോ. അതായത് ഗേറ്റിന്റെ സൈഡിലൊക്കെയാണ്, ഗേറ്റിന്റെ ഈ വോളിന്റെ സൈഡിലൊക്കെ ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ലോക്സ് വെച്ചിട്ടുണ്ട്. താഴെ മുകളിലൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പാരീസിന്റെ ഒരു ബോർഡ് വ്യൂ. എൻഗെയിം കാതിൽ ഫിലിം കണ്ടിട്ടുള്ളവർക്ക് സുപരിചിതമായിട്ടൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് പ്രണയിതാക്കൾ തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലോക്കുകളിൽ അവരുടെ പേര് എഴുതി വെക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഒരു കീ ഇവിടുത്തെ നദിയിലേക്ക് ഒഴുക്കി കളയുകയാണ് ചെയ്യുന്നത്. ഇതുവഴി അവരുടെ പ്രണയം ദീർഘകാലം നിലനിൽക്കുമെന്നും അത് അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ബസിലിക്കയുടെ ഭാഗത്ത് മാത്രമല്ല, പാരീസ് സിറ്റിയുടെ പല ഭാഗത്തും ഞാൻ ഇത്തരത്തിലുള്ള ലോക്കുകൾ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് നദീതീരത്തും അതുപോലെ തന്നെ ഐഫിൽ ടവറിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ലോക്കുകൾ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചെക്കന്മാർ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയേക്കാണ്. ഓരോരുത്തർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബസിലിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഭാരം കൂടിയ ബെല്ലാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, ഏകദേശം 10 മില്യൺ ആളുകളാണ് ഓരോ വർഷവും ഈ ഒരു ചർച്ച് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പുറത്ത് നല്ല മഴ കൂടിയാണ്. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയേക്കാണ്. ഇനി നമ്മൾ സിറ്റിയുടെ കാഴ്ചകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ചെറിയ ചെറിയ കടകൾ കാണാം. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിനാണ് ഇവിടെ ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്. ചേച്ചി നോക്കിയത് ലോകത്തിൽ തന്നെ ഫാഷൻ ലക്ഷറി ബ്രാൻഡുകളായ ഷാനൽ, ഡിയോർ, ലൂയി വിത്തോൺ ഇതെല്ലാം ഈ ഒരു നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല, ആർട്ടിസ്റ്റുകളുടെ മായാജാലമെന്നും കൂടി പാരീസിനെ അറിയപ്പെടുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് വരണമെന്ന് ആഗ്രഹിച്ചൊരു നഗരത്തിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്ന ടൈം വളരെ മോശമായിപ്പോയി. കാരണം വിൻ്ററിൻ്റെ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല മഴയാണ്. ഫൈനലി ഞാനിപ്പം ലോറ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ലോറ മ്യൂസിയം. അതായത് മൊണാലിസയുടെ റിയൽ ആയിട്ടുള്ള പിക്ചർ വന്നിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കുറേ കലാകാരന്മാരുടെ കുറേ സൃഷ്ടികളൊക്കെ ഇവിടെ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് കയറി കാണാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വരുന്നെങ്കിൽ ആദ്യമേ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇതാണ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും. ഇതിന് ബാക്കിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറേ ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ വന്നിട്ടുള്ള കുറേ ബിൽഡിങ്സുകളൊക്കെ നമുക്ക് കാണാം. ലോറ
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയമാണ് പാരീസിലെ ലോറ മ്യൂസിയം. ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ മൊണാലിസ ചിത്രമടക്കം ഏകദേശം 6 ലക്ഷം ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ തന്നെ 35,000 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിരിക്കുന്നത്. ഏകദേശം 15 ഏക്കറോളം സ്ഥലത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം സ്പ്രെഡായിട്ട് കിടക്കുന്നത്. അതുമാത്രമല്ല 251 വർഷം പഴക്കമുള്ളൊരു കൊട്ടാരമായിരുന്നു പിൽക്കാലത്ത് ഈ ഒരു മ്യൂസിയം ആക്കി ഇവർ മാറ്റിയെടുത്തത്. ലോവ്ര മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ടിക്കറ്റൊക്കെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഞാനാണെങ്കിൽ വേറൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വലിയ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്തു ഇനി അതിൻ്റെ ഉള്ള കാഴ്ചകൾ കാണാനുള്ള ടൈമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഈ ഒരു ലോവ്ര മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വായിക്കാൻ അറിയാൻ പാടില്ല, എന്തോ വേഷം കെട്ട. Actually, this one is from the 30th century BC. Okay. ഓക്കെ. Laura. See that beautiful girl? She's mine. സോ ഞാൻ ദാ ഇപ്പം ലോവ്ര മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പാരീസിലെ ആരെങ്കിലും ടൂർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവര് 3 പേരെയും കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ 3 പേരുടെ നമ്പർ ഞാൻ താഴെ തന്നേക്കാം, വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. ഇവര് സ്റ്റുഡൻസ് ആണ്, അതേ സമയം തന്നെ ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരുപാട് കലാകാരന്മാരുടെ കലാസൃഷ്ടികളാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നത്. ഞാൻ താമസിക്കുന്നത് ഫ്രാൻസിലാണെങ്കിലും പാരീസ് അല്ല എൻ്റെ സിറ്റി. ഞാൻ താമസിക്കുന്ന സിറ്റിയുടെ പേര് ലിയോൺ എന്നാണ്. ലിയോൺ എന്നെ സംബന്ധിച്ചിടത്തോളം ഹെവൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫാണ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാരീസ് കുറച്ചുകൂടി വളരെ ബിസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കൂടുതൽ ഇൻ്റർനാഷണൽ ആളുകളും ടൂറിസ്റ്റുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ലിയോൺ ഏകദേശം പാരീസിൽ നിന്ന് 6 മണിക്കൂർ ഡിസ്റ്റൻസിലുള്ളൊരു സ്ഥലമാണ്. ലിയോണിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ദാ ഫൈനലി പാരീസിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായ ഐഫിൽ ടവറിൻ്റെ കീഴിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ നൈറ്റുള്ള ഐഫിൽ ടവറിന്റെ വ്യൂ ആണ് കാണുന്നത്. അവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു ഇതായി ബാക്കിൽ കാണുന്ന സ്ഥലം. ചെറുപ്പത്തിൽ ലോകയാത്രയൊക്കെ സ്വപ്നം കാണുന്ന സമയത്ത് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഐഫിൽ ടവർ. ഫൈനലി ഇതിൻ്റെ താഴെ വന്ന് ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോഴുള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. എല്ലാ ദിവസവും രാത്രി 8 മണിക്കും അതുപോലെ തന്നെ 10 മണിക്കും 5 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഐഫിൽ ടവറിലൊരു മിന്നുന്ന വെട്ടം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 1889 വേൾഡ് ഫെയറിന് വേണ്ടിയിട്ട് തുടങ്ങിയ ടെമ്പററി സ്ട്രക്ചറാണ് ഐഫിൽ ടവർ. 2 വർഷവും 2 മാസവും 5 ദിവസവും കൊണ്ടാണ് ഐഫിൽ ടവറിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഐഫിൽ ടവറിൻ്റെ മുകളിൽ കയറി നമുക്കിതിലെ കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അവരൊരു പ്രത്യേകം സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഐഫിൽ ടവറിൻ്റെ താഴെ ഇതുപോലെ മിനി ഐഫിൽ ടവർ വിൽക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ഈ 3 പേരോട് യാത്ര പറഞ്ഞിട്ട് പാരീസിൽ നിന്ന് ഇറങ്ങുകയാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് നിന്നിട്ടുള്ള യാത്ര പറച്ചിലാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ പറയുക, ഇവരുടെ കൂടെയുള്ള ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര അടിപൊളിയായിരുന്നു. അടിപൊളി പിള്ളേരാണ്. എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തരുകയും എൻ്റെ കൂടെ നടന്ന് എനിക്ക് ഈ പാരീസ് സിറ്റി കാണിച്ചു തരുകയും എനിക്ക് അക്കോമഡേഷനും ഫുഡൊക്കെ തന്ന അടിപൊളി പിള്ളേരാണ്. അങ്ങനെ പാരീസിനോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബെൽജിയൻ ട്രിപ്പിലോട്ട് കടന്നിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.